ഞാൻ ഒരു തീരുമാനത്തിലെത്തിയേട്ടാ. എന്താ ചാവാൻ പോണോ? നിന്റെ ആഗ്രഹം പോലെ ഞാൻ ഒരാളെ പ്രണയിക്കാൻ തയ്യാറാണ്. നീ പ്രണയിക്കണോന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. നീ ഒരാളെ സജസ്റ്റ് ചെയ്യ്, ഞാൻ കയറി ഇപ്പൊ പ്രേമിക്കും. എന്റെ വായിന്ന് ലക്ഷ്മിയുടെ പേര് ഇവന് കേൾക്കണം, അതിനാണ് ഈ കിടന്ന് കുറുകുന്നത്. ഇന്നലെ നിന്റെ ഒരു കൂട്ടുകാരി വന്നില്ലേ, പേരെന്തരായിരുന്നു? ലക്ഷ്മി. ആ ലക്ഷ്മി. ലക്ഷ്മി എങ്ങനെയാണ് ആള്? പാവാണോ? അവള് പാവമാണ്, പക്ഷെ ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. ആന്ധ്ര അതുകൊണ്ട് തന്നെ ലക്ഷ്മി എനിക്കൊരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് തോന്നി. ഒറ്റ ദിവസം കൊണ്ട് വൈഫ് മെറ്റീരിയൽ ആയ. ഇനിയിപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, ട്രാക്ക് മാറ്റി പിടിക്കണം. കരഞ്ഞു മെഴുവ. ശരിയാടാ, നിന്റെ കൂട്ടുകാരെ ആശ്രയ സൗന്ദര്യം ഇല്ല. നിന്റെ ഒന്നും വേവല്ലല്ലോ ഞാൻ ഇനി അവളെ നോക്കിയാ നിനക്കൊരു കുറച്ചിലാണെങ്കിലാ. ഏയ്, ഞാൻ കരയുന്നൊന്നും കാണുന്നില്ലേ? നീ എങ്ങനെയും ഒന്ന് സെറ്റാക്കി താടേ. ഇപ്പോഴാണ് അറിയുന്ന ലവിന്റെ ഒക്കെ വില. നിന്റെ അവളെ അടിയും വഴക്കും ബഹളവും ഒക്കെ ഞാൻ ദിവസവും ഡെയിലി കേൾക്കണം അല്ലേ? പിന്നെ അവളോട് സൗഹൃദം ഞാൻ കളയണം. പിന്നെ ഞാൻ അവള് റിലേഷൻ ആയി കഴിഞ്ഞാൽ നീ എന്റെ ഇടക്കണം. ഞാൻ അവിടെ നിന്ന് തിണ്ടാ. നീ നിന്റെ കാര്യം നോക്കി പോണം. നിനക്ക് എപ്പോഴും ഒരു 10ാമത്തെ സ്ഥാനം ഞാൻ നിനക്ക് തരും. നീ അവളടുത്തൊന്ന് പറഞ്ഞ് എന്നെ പറ്റി 2-3 കാര്യങ്ങളൊക്കെ പൊക്കി പറയണം. ഹാഷർ അങ്ങനെയാണ്, ഹാഷർ ഒരു അടിക്ക് 10 മാങ്ങ തറയിടും, പിന്നെ തേങ്ങ നഖം കൊണ്ട് ഇളക്കിയെടുക്കും. അവള് വെള്ളം കൊണ്ട് വരെയായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. പക്ഷെ എന്റെ മനസ്സിൽ വന്ന മുഖം എന്തെന്നറിയോ? അവള് ക്യാസറുള്ളൊരു 10 അപ്പമായിട്ട് വരുന്നതൊക്കെയാണ് എന്റെ മനസ്സിൽ കണ്ട. അവള് ഒരു വൈഫ് മെറ്റീരിയൽ ആണ് അവള്. നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവള്. ഇത് കണ്ട, ഇതിന്റെ വിലയുള്ളൂ നീ പറഞ്ഞതിനൊക്കെ. ശരീരം അനങ്ങാതെ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിച്ചു കൂട്ടുന്ന 4 യുവാക്കൾ. അല്ല, ഹെഡ്സെറ്റ് എടുക്കോടാ. ഹാഷിന്റെ ഹെഡ്ഫോൺ ഒന്ന് എടുത്തു കൊടുക്കണേ. അജിനെ ഹാഷിന്റെ ഹെഡ്സെറ്റ് എടുത്തു കൊടുറാ. ആങ്കോച്ചാ പെങ്കോച്ചാ? ഏത് കൊച്ചി? ആഹാ, നീ പ്രസവിച്ച് ഇറങ്ങി എല്ലാരും എണീക്കുന്നില്ല. ഒന്നിറങ്ങി നടയടാ കഴപ്പാ. ഹാഷിറെ ആ ഫാൻ ഒന്ന് ഇട്ടേടാ. രാജിനെ ആ ഫാനം കിട്ടു കൊടുത്തേ. വിനായക ആ ഫാനം കിട്ടോറാ. നിന്റെ വായിന്റെ അടുത്തല്ലേടാ സ്വിച്ച് ഇരിക്കുന്നത്, നിനക്ക് കിട്ടൂടെ? എന്താ ബഹളം? ഇവിടെ ശരീരം അനങ്ങുന്നവര് സംസാരിക്കണം, നീ സംസാരിക്കണ്ട. ആ വിനായന്റെ ഈ കോമഡിക്ക് ഒരു പോയിന്റ്. ശരീരം കുലുങ്ങിയ എനർജി പോകുന്നു വെച്ച് ഞാൻ ഇന്നലെ ഒരു കോമഡി പറഞ്ഞിട്ട് ചിരിക്കാതിരുന്നതാണ് നീ. ആ ഹാസിറിന്റെ കിടു ഫൺ, ഹാസിറിന്റെ ഒരു പോയിന്റ്. റെഫറെ പിടിച്ചൊന്ന് തൂക്കി വെളിയേറി. ഇവിടെ ഒരുത്തന് ശരീരം ഒരുങ്ങൊന്നും ചെയ്യാൻ വയ്യ. ഒരു ഇടിവെട്ട് മറുപടി കൊടുത്താല, അല്ലെങ്കിൽ വേണ്ട. നിനക്ക് ശരീരം എങ്ങനെ കാണണോ? നീ 5 ശവായി വാങ്ങി കിട്ടുക. ഈ വാടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിന് കാണിച്ചില്ല. ഹാസിർ സ്കോർഡ് അഗൈൻ. ഈഗോ ക്ലാഷ്. ഗുഡ് നൈറ്റ്. അപ്പൊ ഇവിടുന്ന് ഇനി ആരും അനങ്ങാൻ പോകുന്നില്ലല്ലോ. ശരി, ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റാ? ആ കട്ടിലിൽ നിന്നിറങ്ങി വന്നാ? മെർസിലീസിന്റെ ഐസ്ക്രീം അല്ലേ? ഇനി ഇത്തിരി നക്കാൻ വേണ്ടി നീ ഇവിടുത്തെ തെണ്ടണല്ലോ. ഹാഷിർ ഐസ്ക്രീം വേണമെങ്കിൽ വാ. ഇത് ഈഗോ സമ്മതിക്കുന്നില്ലേ? അല്ലെ, എനിക്കൊരു ഈഗോ ഇല്ല. ഒരു കടിതാ. എന്റെ മുതുകത്തൊരു കടി അടിച്ചോ. ഇതിനകത്തെ റിയൽ ഫ്രൂട്ട് പൾപ്പാണ്. ഇത് മാത്രമല്ല, മൊത്തം കൂടെ അവർക്ക് 5 ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ജംഗ്ഷനിലോട്ടാണ് പോണം, ഉണ്ടാക്കി തരാം. ഒരു മാറ്റവും ഇല്ലല്ലോടാ. മാറിയ ഞാനല്ലല്ലോ. ഒരിക്കലും പിരിയാത്ത ഫ്രണ്ട്സ്. എനിക്ക് എന്റെ കൂട്ടുകാർ കഴിഞ്ഞിട്ടേ ബാക്കിയല്ലേ ഉള്ളു. എന്നിട്ട് പിണങ്ങി ഇരുന്നേക്കുന്ന 1 മാസം ഫുള്ള് കറക്കമാണല്ലേ ഇപ്പൊ. അത് ഞാൻ മൂന്നാറൊന്നും പോയില്ല. നെറ്റിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് നിന്നെ കാണിക്കാൻ വേണ്ടി ഇട്ടതാ. എനിക്കെതിരെ വണ്ടി വെച്ചപ്പോ തരാൻ വയ്യല്ലേ? ഞാൻ ചോദിച്ചപ്പോ വണ്ടി പണിയായെന്നല്ലേ? നീ പൊട്ടനാണാടാ നീ. ഈ ചീത്ത വണ്ടി ഞാൻ നിനക്ക് എങ്ങനെ തരും? ഇറക്കത്തിട്ട് ഉരുട്ടി കൊണ്ടുപോകാനെ വണ്ടി. നിനക്ക് ഓടണ്ടേ? ഇത്രയും ദിവസം പണിയാവാത്ത വണ്ടി അന്ന് പണിയായല്ലേ? ടൈം ടേബിൾ വെച്ചാടാ വണ്ടി പണിയാവുന്ന. നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? നിനക്ക് എന്റെ അടുത്ത് ഒന്നും മിണ്ടിക്കൂടായിരുന്ന? ഞാൻ വന്ന് നിന്റെ അടുത്ത് മിണ്ടു. നിനക്ക് എന്റെ അടുത്തൊന്നും മിണ്ടിക്കൂടെ? എന്നെ നിനക്ക് അറിയാലോടാ. നിനക്ക് എന്റെ അടുത്തൊന്നും മിണ്ടിക്കൂടെ? അതെനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കോംപ്ലക്സ് അടിച്ചു. കോംപ്ലക്സ്? നിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാനും പോയാ? അല്ലടാ, ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പടമൊക്കെ ഇപ്പൊ കാണും. അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഞാൻ പഠിച്ചു. അവഞ്ചേഴ്സ് 3, ഗോട്ട്, അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഞാൻ പഠിച്ചോണ്ട്. നിനക്ക് എന്റെ അടുത്ത് ഇപ്പൊ ദേഷ്യം ഉണ്ടോ? എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. ഒരു കാര്യം നിന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്റെ അടുത്ത് മിണ്ടാൻ താല്പര്യമില്ലാത്ത നിൽക്കുന്ന നീ ഇപ്പൊ ക്രിമിനലായി. എടാ, എന്റെ മുഖം ഇങ്ങനെ ആക്കി തന്നൊരുത്ത ഞാൻ എന്ത് ചെയ്യേ? ആരളെ മൂക്കിൽ നല്ല ചന്ദ്രനെ കെട്ടിത്തൂക്കിട്ടോ ചിരിച്ചേ, ദേഷിപ്പിച്ചേ. എല്ലാം ഒരു മുഖം. പിണങ്ങിട പിണങ്ങല്ലേടാ ഡേ. പിന്നെ പൊട്ട് 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 പൊട്ട്. നീയൊക്കെ എന്താ കാണിച്ചത്? അവൻ ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് വരേണ്ടത്. എടാ, എല്ലാത്തിനും പറഞ്ഞു കൊടുത്താണ് എന്താണ്. ആദ്യം നീ നേരെ പോയ കളി. നീ സ്പീഡായിട്ട് പോയാൽ അവന്മാർക്ക് വരാൻ പറ്റും. നിന്റെ സ്റ്റെപ്പ് കറക്റ്റ് അല്ല, കാലം അങ്ങനെയല്ല പോകാനുള്ള. നീ ഒന്ന് സ്പീഡിന് കളിക്കണം ആശ്രേ. ശരി ശരി ശരി, ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഒന്നുകൂടെ. എടാ, ഒരു 10 സെക്കൻഡ് താടാ എനിക്കൊന്ന് സ്റ്റെപ്പ് ഇടാൻ. നീയല്ലേ അളിയാ പറഞ്ഞ പെട്ടെന്ന് വരാൻ.
ഇതെന്തൊരു മര്യാദ ഇത്? അല്ല എവൻ തെറ്റിക്കണേ ഞാൻ ഫസ്റ്റ് കളിക്കാം. മര്യാദയ്ക്ക് കളിക്കണം. എനിക്ക് ഒന്നാമത് പ്രാന്തെടുത്തിരിക്കുകയാണ്. എടാ സിമ്പിൾ അല്ലേ, ഞാൻ ചെയ്തോളാം. ഫസ്റ്റ് നീ, സെക്കൻഡ് ഞാൻ, തേർഡ് ഇവൻ, ഫോർത്ത് ഇവൻ. നീ എന്തിനാ ഇപ്പഴേ വന്ന് ഇവിടെ നിക്കുന്ന? എടാ നിനക്ക് മാത്രം കളിച്ചാ മതിയാ, ഓക്കരുതരം കാണിക്കരുത്. അല്ല എവൻ എന്ത് കൊതിയാ? ഞാനും ഇത് എന്നോട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പോവാന്ന് പറഞ്ഞല്ലേ. അടുത്തേൽ പിടിക്കാം നമുക്ക് അല്ലേ? അങ്ങ് ആർത്തി. ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് എനിക്ക് 10,000 വ്യൂസോളം ഉണ്ടായിരുന്നു. എന്റെ ലെവലിലൊത്തൊന്നും അല്ല നീ. എന്നിട്ട് നിന്നൊക്കെ ഞാൻ വിളിക്കുന്നില്ലടാ. നിന്റെ വിചാരം എന്തിനാണ്? നീ വലിയ തേങ്ങയെന്നാ? ഞാൻ ഹിത്തിക് റോഷനാ. ശരി, നീ ഒന്നും എന്റെ വീഡിയോ ഉണ്ടാക്കാൻ നിക്കണ്ട. നീയൊക്കെ നിന്റെ ഇഷ്ടത്തിന് പോക്കോ. നിന്റെ മൂഡ് താങ്ങിക്കാൻ അമ്മക്ക് വയ്യ. വാ പോവാ. നീ പോളിയാ. അളിയാ വാ. അളിയോയ് നട്ടല് വയ്ക്കോ വയ്ക്കോ ഇട്. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളത് പറയാളോ. എടാ നിന്റെ കാല് ഭൂമിയിൽ നിൽക്കരുത്. അമ്മ അത് ഡാൻസ് ആയിരിക്കണം. അളിയാ പൊളിച്ചടിക്ക് വായിൽ ചുരുട്ടി അങ്ങ് വെച്ച് തരും. ഞാൻ പണ്ടേ അങ്ങനെയാണ്. പിണയി പൊക്കണം ഞാൻ തന്നെ അവരറിയുന്നത്. അല്ലല്ല, എന്തൊരു തേങ്ങയായാലും എന്റെ കൊറിയോഗ്രാഫിക്ക് അനുസരിച്ച് നിന്നോളാം 3 സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. ഈ കുറ്റപ്പെടുത്തുന്നത് എന്തിന്? ഞാൻ എന്തായാലും അവനെ കുറ്റം പറയുന്നില്ല. അവസാനം നീയൊക്കെ അവന്റെ ടീമായിട്ട് എന്നെ ഒറ്റപ്പെടുത്താനല്ലേ. ഞാൻ നിന്റെ കൂടെയാണ് കേട്ടോ. വീണ്ടും പറയുന്നു എനിക്ക് ഡാൻസ് ഒന്ന് അപ്ലോഡ് ചെയ്യണം. കൂടെ നില്ല് പ്ലീസ്. മച്ചു പാട്ടം കൊണ്ടോട്ടെ, എനിക്ക് തരിച്ചു നിൽക്കണത്. പയ്യൻ ഷോക്കായി പോയിട്ടോ. എന്റെ പെർഫെക്ഷൻ കണ്ട് പയ്യന് ജലൂസിൽ അടിച്ചു തന്നു. നമ്മള് 3 പേരും കൂടെ ഈ ട്രാക്കിൽ കയറിയപ്പോഴേ പയ്യൻ ട്രാക്ക് കെട്ടിപ്പോയെന്ന് തോന്നുന്നു. എന്റെ ഇന്നത്തെ ദിവസത്തെ 1000 രൂപയുടെ ഓട്ടം കളഞ്ഞിട്ടാണ് ഞാൻ ഈ വന്ന് ഈ കോമാളിത്തരങ്ങളൊക്കെ കഴുത. നിങ്ങൾ 3 പേരും പൊളിച്ചു കേട്ടോ. ഇനി ഒരു പൊളിപ്പ് കൂടെ നിങ്ങൾ 3 പേരും പൊളിക്കണം. ഒന്ന് തിരിഞ്ഞു നിന്നേ.